ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പുറക്കാൻ വേണ്ടി ഡ്രാഗൺ ചിക്കനും ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഒരു കോഴിമുട്ട, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, കോൺഫ്ലോർ, അതുപോലെ നമ്മുടെ മറ്റേ കളർ ഉണ്ടല്ലോ, റെഡ് കളർ, അത് ഇത്തിരി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 to 3 hours നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ 2 മണിക്കൂറിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചൂടായി വന്നിട്ട് വേണം നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടപ്പോഴേക്കും നമ്മുടെ ഓയിൽ അത്ര തിളച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേറെ പാൻ എടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചെറുതായിട്ട് ചെറുതായിട്ടുള്ള നീളത്തിലാണ് നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി, പിന്നെ സോയാ സോസ്, പിന്നെ റെഡ് ചില്ലി അല്ല ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും. ഇത്രയും സോസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിംഗ് ആണ് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നോമ്പുറക്കാൻ വേണ്ടി ഫ്രൈഡ് റൈസും അതുപോലെ ഡ്രാഗൺ ചിക്കനും ആണ്. അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയുള്ള നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.